ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നല്ല ടേസ്റ്റിയായ ഒരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാം നമുക്ക്. അപ്പോഴേ കഞ്ഞി വെക്കാനുള്ള ഗോതമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതുക്കണം. അതിന് മുമ്പ് തന്നെ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചിട്ട് ഇതിൻ്റെ ഉമിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് 15 മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ കഞ്ഞി വെക്കാം. ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഗോതമ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ കഞ്ഞിക്കുള്ള ഗോതമ്പൊക്കെ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ ഉമി അങ്ങ് പാറ്റിക്കളയണം. അപ്പോൾ ആ ഉമിയെല്ലാം അങ്ങ് പോവുകയും ചെയ്യും. അതുമല്ല നമുക്ക് കഞ്ഞിക്കൊരു കൊഴുപ്പ് കിട്ടണമെങ്കിലും വലുതായിട്ട് ഇങ്ങനെ കിടന്നാൽ കൊഴുപ്പ് കിട്ടത്തില്ല, ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റോടുള്ള കഞ്ഞി കിട്ടുന്നത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോഴേ നമ്മുടെ ഗോതമ്പൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഗോതമ്പൊക്കെ കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കഞ്ഞിയുടെ ഗോതമ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ഒരു ശകലം പോലും ഇല്ല. അതിന് കറക്റ്റായിട്ടുള്ള വെള്ളമാണ് വെച്ചിരുന്നത്, അടിക്ക് പിടിച്ചതൊന്നുമില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേനും ഒരുപാട് വെള്ളമായിപ്പോവും. അതുകൊണ്ട് ഗോതമ്പ് വെന്ത് വരാനുള്ള വെള്ളം മാത്രമേ വെക്കാവൂ. കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു മുറി പച്ചത്തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് തിരുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമേ പിഴിഞ്ഞ പാലാണ് ഈ ചെറിയ കപ്പിലിരിക്കുന്നത്. ഇത് രണ്ടാമത് പിഴിഞ്ഞാണ്. ഇത് ഒഴിച്ച് നമുക്ക് ഉപ്പ് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴേ ഗോതമ്പെല്ലാം ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേന് കഞ്ഞി നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് കഞ്ഞിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം പിഴിഞ്ഞ് വെച്ചിരുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നെങ്കിൽ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും നല്ല പരുവത്തിനാവും. രണ്ടാമത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കേണ്ട, അന്നേരം തന്നെ അടുപ്പിൽ നിന്ന് ഇറക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.